വെൽക്കം ബാക്ക്. ഓൺലൈൻ ബോട്ടണി ക്ലാസ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേ we are going to discuss three main topics: Apomixis, pollination and types of pollination. ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഭാഗമാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ്. ഇപ്പോൾ ആദ്യത്തെ ഭാഗം Apomixis. Apomixis is a modified form of reproduction. നമ്മൾ ഈ ഭാഗം ഒരു സ്പെഷ്യൽ മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ആയിട്ടാണ് പറയുന്നത്. സ്പെഷ്യൽ മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ. Apomixis. Apomixis is a modified form of reproduction in which seeds are formed without fusion of gametes. The term Apomixis was first introduced by a German botanist, Hans Winkler. നോക്കാം, അദ്ദേഹത്തിന്റെ പിക്ചർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. Hans Winkler in 1908. The plants that can be reproduced by Apomixis is called anapomic എന്ന് പറയും. For example, some species of Asteraceae and grasses may be of two main types: Parthenogenesis and Parthenocarpy. ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ശ്രദ്ധിക്കാം, സ്ക്രീനിൽ ശ്രദ്ധിക്കാം. Parthenogenesis. സാധാരണ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് Parthenogenesis എന്ന് പറഞ്ഞാല് seeds are formed from unfertilized female gamete or egg cell, maybe of two main types. നോക്കാം, ഹാപ്ലോയിഡ് പാർത്തനോജൻസ് ആൻഡ് ഡിപ്ലോയിഡ് പാർത്തനോജൻസ്. ഇതിന്റെ ഡിഫറൻസ് ആദ്യം നമുക്ക് നോക്കാം. ഹാപ്ലോയിഡ് പാർത്തനോജൻസിസ്. ഹിയർ സീഡ്സ് ആർ ഫോംഡ് ഫ്രം unfertilized haploid female gamete or egg cell, while in diploid parthenogenesis seeds are formed from unfertilized diploid female gamete or egg cell. നോക്കാം നമുക്ക് ഇതിന്റെ ഒരു ഡിഫറൻസ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിക്കാം. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് എടുത്തൊരു പോർഷനാണ് ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ ഗാമറ്റ് ഓഫ് ഫൈറ്റ്. നമ്മൾ രണ്ട് പ്രോസസ്സുകൾ പറഞ്ഞിരുന്നു, മെഗാസ്പോറോജൻസ് ആൻഡ് മെഗാഗാമിറ്റോജെനിസിസ്. ആ ഡയഗ്രത്തിലേക്ക് ശ്രദ്ധിക്കാം. ഹിയർ ദി മെഗാസ്പോർ മദർ സെൽ, whenever the megaspore mother cell undergo meiotic divisions to form എന്താണ് haploid megaspore, and these haploid megaspore is converted into haploid egg cell. Whenever the seed formation occur by apomixis, the seed become haploid seed and it is called haploid parthenogenesis. For example, Solanum nigrum. While in diploid parthenogenesis, നന്നായിട്ട് ശ്രദ്ധിക്കുക. Here in diploid parthenogenesis, megaspore mother cell undergo mitotic divisions to form diploid megaspore and the formed egg cell is diploid. Whenever the seed formation occur by apomixis, the formed seed is diploid. For example, in apple. ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാല്, നിങ്ങൾ ആ ഡയഗ്രാം തന്നെ ശ്രദ്ധിച്ചാൽ എനിക്ക് മനസ്സിലാക്കാം. അവിടെ സൊളാനം നൈഗ്രത്തില് മെഗാസ്പോർ മദർ സെല്ലിലെ മെഗാസ്പോറോജെനിസിസ് പ്രോസസില് മിയോസിസ് സംഭവിക്കുന്നതിന്റെ അടിസ്ഥാനത്തില് ഹാപ്ലോയിഡ് എഗ് സെൽ ആണ് വരുന്നത്. ഈ ഹാപ്ലോയിഡ് മെഗാസ്പോർ, അതിൽ നിന്ന് വരുന്ന എഗ് സെൽ ഹാപ്ലോയിഡ് ആയിരിക്കും. ഓവറി ഫ്രൂട്ട് ആയിട്ട് മാറിയാൽ അതിനുള്ളിൽ വരുന്ന സീഡ് ഹാപ്ലോയിഡ് സീഡ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഹാപ്ലോയിഡ് പാർത്തനോജെനിസിസ്. പക്ഷെ ആപ്പിളിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ മെഗാസ്പോർ മദർസിന്റെ മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹാപ്ലോയിഡ് മെഗാസ്പോർ വരുന്നു, അതിൽ നിന്ന് ഹാപ്ലോയിഡ് എഗ് സെൽ വരുന്നു. ഓവറി ഫ്രൂട്ട് ആയിട്ട് മാറിയാൽ അതിന്റെ സീഡ് ഡിപ്ലോയിഡ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഡിപ്ലോയിഡ് പാർത്തനോജെനിസിസ്. So it is very clear, whenever the megaspore mother cell undergo meiosis to form haploid megaspore, it form haploid egg cell and the formed seed is haploid seed. It is called haploid parthenogenesis. But in
Diploid case, megaspore mothers undergo mitotic divisions and formed megaspore is diploid and the egg cell is diploid. As a result, the seed is diploid and it is called diploid parthenogenesis. Clear? About parthenogenesis means the seeds are formed from unfertilized female gamete or egg cell. അതിൽ വരുന്ന രണ്ട് ടൈപ്പാണ് ഹാപ്ലോയിഡ് പാർത്തനോജെനിസിസ് ആൻഡ് ഡിപ്ലോയിഡ് പാർത്തനോജെനിസിസ്. സെക്കൻഡ് വൺ ഈസ് പാർത്തനോകാർപ്പി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഫ്രൂട്ട്സ് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഓർ സീഡ്ലെസ് ഫ്രൂട്ട്സ് ആർ ഫോംഡ് ഫ്രം അൺഫെർട്ടിലൈസ്ഡ് ഫീമെയിൽ ഫ്ലവർ. ഫോർ എക്സാമ്പിൾ പൈനാപ്പിൾ, ആപ്പിൾ, ഗ്രേപ്സ്, ബനാന, പിയർ. ഇതിലൊക്കെ നമുക്ക് കാണാം അൺഫെർട്ടിലൈസ്ഡ് ഫീമെയിൽ ഫ്ലവറിൽ നിന്നാണ് ഫ്രൂട്ട്സ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ക്ലിയർലി സീഡ്ലെസ്. ഇറ്റ്സ് കോൾഡ് പാർത്തനോകാർപ്പി ആൻഡ് ദി ഫ്രൂട്ട്സ് ആർ കോൾഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ഓക്കെ, നൗ we will pass on to the importance of apomixis. Apomixisന്റെ ഇമ്പോർട്ടൻസ് ആണ് നോക്കാം. ഒന്നാമത്തെ നോക്കാം. Apomixis is a kind of asexual reproduction that mimics sexual reproduction because no fertilization is become asexual, but here egg cell is involved, so it is just as like that of sexual reproduction. So it is a kind of asexual reproduction that mimics sexual reproduction. Second one, Apomixis has the ability to maintain hybrid vigor or high production in crop plants. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചൊരു ഭാഗമാണ് ഹൈബ്രിഡൈസേഷൻ, ക്രോസിംഗ് ഓഫ് ടു പ്ലാന്റ്സ് ആൻഡ് ഫോമിംഗ് എ ന്യൂ വെറൈറ്റി ഈസ് കോൾഡ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഫോംഡ് വെറൈറ്റി ഈസ് കോൾഡ് ഹൈബ്രിഡ്. പക്ഷേ ഹൈബ്രിഡിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതില് ഓരോ വർഷം കഴിയുന്തോറും അതിന്റെ ക്വാളിറ്റി ഡിക്രീസ് ചെയ്തു വരും. കാരണം ഹൈബ്രിഡ്സിന് ക്വാളിറ്റി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജീൻസുകൾ വരുന്ന ആ ജീൻസുകള് സെഗ്രിഗേറ്റ് ചെയ്തു പോകും. There is a chance for segregation of genes and quality become decrease in hybrid plants. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗം, we can transfer the genes of apomictic plants to the hybrid plants by genetic engineering. So it will block the segregation of genes and quality become retained. ഇതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാല് അപ്പോമിക്റ്റിക് പ്ലാന്റ്സുകളില് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കൺട്രോൾഡ് എന്ന് പറയുന്നത്. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി അപ്പോമിക്റ്റിക് പ്ലാന്റ്സ് ബിക്കം കൺട്രോൾഡ് ആണ്. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ കൺട്രോൾഡ് ആണ്. ആ ഒരു കേസ് കൊണ്ട് തന്നെ there is no chance for segregation of genes. അപ്പൊ അത്തരത്തിൽ നമ്മള് അപ്പോമിക്റ്റിക് പ്ലാന്റ്സുകളുടെ ജീൻസുകള് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഹൈബ്രിഡ് പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ segregation of genes become blocked and quality become retained. That's why apomixis is very much important in hybrid seed industry for maintaining hybrid vigor or high production in crop plants. So apomixis is very much practiced in agriculture and horticulture for raising high or hybrid vigor in crop plants. Okay, നമ്മള് രണ്ട് ടൈപ്പാണ് പറഞ്ഞത്. അപ്പോമിക്സില് വരുന്ന രണ്ട് ടൈപ്സുകളാണ് പാർത്തനോജെനിസിസ് ആൻഡ് പാർത്തനോകാർപ്പി. പാർത്തനോജെനിസിസ് എന്ന് പറഞ്ഞാല് സീഡ്സ് ആണ് ഫോം ചെയ്യുന്നത് വിതൗട്ട് ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ്. പാർത്തനോകാർപ്പി ഫ്രൂട്ട്സ് ആർ ഫോംഡ് without fertilization, they become seedless. Okay, now we will pass on to another term, pollination. Nokam, pollination is the transfer of pollen grains from anther to the stigma of a flower, or dusting of pollen grains on the stigmatic surface of a flower is called pollination. It is of two main types. നോക്കാം, സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ മേ ബി ഓഫ് ടു ടൈപ്സ്, ഓട്ടോഗമി ആൻഡ് ഗെയ്റ്റനോഗമി. ആദ്യത്തെ നോക്കാം, നന്നായിട്ട് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. ചെറിയൊരു ഡിഫറൻസ് ആണ്, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓട്ടോഗമി,
transfer of pollen grains from anther of a flower to the stigma of the same flower is called autogamy or self-pollination, and is very common in bisexual flowers. നമുക്കറിയാം, in bisexual flowers, anther and stigma are developed in a synchronized manner. That is, ഒരേ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നു, and anther and stigma lie very close to each other and it promotes self-pollination or autogamy. In certain plants like Viola oxalis and Camelina, നോക്കാം സ്ക്രീനിൽ കാണാം, Viola oxalis and Camelina produce 2 types of flowers. നോക്കാം, Cleistogamy and Cleistogamy flowers. പലപ്പോഴും ഡിഫറൻസിന് ചോദിക്കുന്ന ഒരു ഭാഗം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ ഈസ് Cleistogamy flowers. നോക്കാം, flowers having exposed anther and stigma is called Cleistogamy flowers. In bisexual flower, anther and stigma are well developed and they are lie very close to each other and to promote self-pollination. And this type of autogamy is called Cleistogamy എന്ന് പറയും. And the flowers are called Cleistogamy flowers. Okay, രണ്ടാമത്തെ നോക്കാം, Cleistogamy. Flowers do not open at all or always closed. Such type is called Cleistogamy flowers. In Cleistogamy flowers. In Cleistogamy flowers, anther and stigma are lie very close to each other in a closed flower. So the pollen grains come in contact with the stigma and pollination occur. This type of autogamy is called Cleistogamy and flowers are called Cleistogamy flowers. രണ്ട് ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്, Cleistogamy and Cleistogamy. Flowers with exposed anther and stigma is become Cleistogamy flowers and pollination is called Cleistogamy. Cleistogamy flowers do not open at all or always closed. It's called Cleistogamy flowers, or such type of autogamy is called Cleistogamy എന്ന് പറയും. മൂന്നിനും എക്സാമ്പിൾ കാണാം, സ്ക്രീനിൽ നോക്കിയാൽ കാണാം. ഓട്ടോഗാമസ്, ഗൈറ്റോഗാമസ്, സിനോഗാമസ്, 3 ടൈപ്പ് നിങ്ങൾക്ക് അവിടെ കാണാം. വയോള, ഒക്സാലിസൻ, കൊമലിന, മൂന്നിലും Cleistogamy Cleistogamy ഫ്ലവേഴ്സും കാണാം. In certain plants like Arachis hypogaea, groundnut and Commelina, the flowers are geocarpic in nature, means present inside the soil, and the seed is formed also inside the soil. നമുക്കറിയാം, ഗ്രൗണ്ട്നട്ടില് ഫ്ലവേഴ്സ് താഴെയാണ്, അതുകൊണ്ട് തന്നെ സീഡിന്റെ ഫോർമേഷൻ നമുക്ക് മണ്ണിന് താഴെയാണ് കാണാൻ പറ്റുക. ജിയോകാർപിക് സീഡ്സ്, flowers are geocarpic in nature and seed is formed inside the soil. Okay, now നോക്കാം, advantages of Cleistogamy over Cleistogamy. പലപ്പോഴും ഡിഫറൻഷിയേഷന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് advantages of Cleistogamy over Cleistogamy. നോക്കാം, it ensure autogamy, only autogamy, no chance for cross-pollination because the flowers are closed, there occur only self-pollination, no chance for cross-pollination. രണ്ടാമത്തെ നോക്കാം, it ensures seed set even in the absence of pollinating agents. No need of pollinating agents, the flowers or the seed set automatically in Cleistogamy flowers. ഇത് രണ്ടുമാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, നൗ ഗൈറ്റനോഗമി, രണ്ടാമത്തെ നോക്കാം, ട്രാൻസ്ഫർ ഓഫ് pollen grains from anther of a flower to the stigma of another flower of the same plant. That is, the pollination occur in adjacent male and female flowers of the same plant. For example, cucumber, pumpkin, watermelon, ഇതിലൊക്കെ നമുക്ക് കാണാം ഒരു പ്ലാന്റിൽ തന്നെ അഡ്ജസന്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സിൽ നടക്കുന്ന പോളിനേഷൻ ആണ് നമ്മൾ ഗൈറ്റനോഗമി എന്ന് പറയുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻസ്, ഗൈറ്റനോഗമി ഈസ് ജനറ്റിക്കലി സിമിലർ ടു
autogamy because the pollen grains are come from the same plant, but it is functionally similar to xenogamy or cross pollination because they need pollinating agents for transfer mechanism. So gatenogamy is genetically similar to autogamy and functionally similar to xenogamy. Okay, രണ്ടാമത്തെ ടൈപ്പ് നോക്കാം, xenogamy or allogamy or cross pollination. നോക്കാം, transfer of pollen grains from anther of a flower to the stigma of flower of another plant belongs to the same species is called cross pollination, and cross pollination has only the chance for variation and evolution of species because the pollen grains transfer to another plant of the same species. Cross pollination. അപ്പോൾ pollination നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തു, സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ. അതില് സെൽഫ് പോളിനേഷന് ഒട്ടോഗമി എന്ന് പറഞ്ഞാൽ പോളിനേഷൻ ഓഫ് സെയിം ഫ്ലവേഴ്സ്, സെയിം ഫ്ലവർ ഓഫ് ദി സെയിം പ്ലാന്റ്, ബൈസെക്ഷൽ ആണ്. ഗേറ്റനോഗമി എന്ന് പറഞ്ഞാല് ഫ്ലവേഴ്സ് ഓഫ് സെയിം പ്ലാന്റ് എന്ന് പറയാം, ഒരു പ്ലാന്റിലുള്ള രണ്ട് ഫ്ലവറിൽ നടക്കുന്നു. ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെന്റ് പ്ലാന്റ് ഈസ് കോൾഡ് xenogamy എന്ന് പറയാം. ഓക്കെ, ഇതാണ് അതിലുള്ള ടൈപ്സ് ഓഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. നൗ വിൽ പാസ് ഓൺ ടു ദി ഏജന്റ്സ് ഓഫ് പോളിനേഷൻ. Pollination is brought about by various external agents. The main two agents are, നോക്കാം, abiotic and biotic agents. Abiotic agents are the non-living things like wind and water. Biotic agents are living things like insects, birds and bats. Many of the plants prefer biotic agents for pollination. Based on the nature of pollinating agents, pollination may be of three main types: anemophily, hydrophily and zoophily. ഓരോന്നായിട്ട് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗമാണ്. ഇതില് സാധാരണ 3 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഭാഗമാണ്. ഓരോന്നായിട്ട് നോക്കാം. അനിമോഫിലി നോക്കാം. പോളിനേഷൻ by the agency of wind is called anemophily or wind pollination. It is very common in grasses. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം, characters of anemophilous flowers or wind pollinated flowers. ഓരോന്നായിട്ട് നോക്കാം. ക്യാരക്ടേഴ്സ് ശ്രദ്ധിക്കുക. ഈ ക്യാരക്ടേഴ്സ് സാധാരണ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഭാഗമാണ്. ഫീച്ചേഴ്സ് നോക്കാം, സ്ക്രീനിൽ നോക്കാം. anemophilous flowers are unisexual. രണ്ടാമത്തെ നോക്കാം, anther and stigma are well exposed. മൂന്നാമത്തെ നോക്കാം, pollen grains are small, light, smooth and dry, so they can be easily transported by wind currents. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. pollen grains are produced in large quantities. For example, cannabis, കഞ്ചാവ് ചെടിയിൽ ഏകദേശം they produce 5 lakhs of pollen grains. അടുത്ത നോക്കാം, in plants like grasses, anthers are versatile. ഡയഗ്രാം നോക്കാം. versatile എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത ആന്തർ ആണ്. അടുത്ത നോക്കാം, stigma are large and feathery to trap airborne pollen grains. wind pollen grains നെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്നു. flowers have single ovule in each ovary. Then numerous flowers are packed as inflorescence. For example, corn cob. ഇപ്പൊ മെയ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചാല് കോൺ മെയ്സിൽ അതില് ഒരു പ്രത്യേകമായിട്ടൊരു ഭാഗമാണ് ഇൻഫ്ലോറസൻസിൽ വരുന്ന ഭാഗം. ടാസൽ ഈസ് നത്തിങ് ബട്ട് ടാസൽ പലപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്. ഈസ് നത്തിങ് ബട്ട് സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ. അതിങ്ങനെ ഫെദറി ആയിട്ട് പുറത്തേക്ക് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് കാണാം. which wave the wind to trap airborne pollen grains. ടാസൽ എന്ന് പറഞ്ഞാൽ സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ പാർട്ടാണ് കോൺകോവിന്റെ ഇൻഫ്ലോറസൻസിലെ ഫ്ലവറിന്റെ സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ ഫീമെയിൽ ഫ്ലവറിന്റെ ഇതിന്റെ ഒരു ഫംഗ്ഷൻ ആണ് which wave the wind to trap
എയർബോൺ പോളൻ ഗ്രെയിൻസ്. വിൻഡിനെ തടുത്ത് നിർത്തി അതിലൂടെ പോളൻ ഗ്രെയിൻസിനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. Then another one, pollen grains are winged. For example, pinus. ഈ ഫീച്ചേഴ്സ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാവുന്ന പഠിക്കണം. ക്യാരക്ടേഴ്സ് ഓഫ് അനിമോഫിലസ് ഫ്ലവേഴ്സ് ഓർ വിൻ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Then second type നോക്കാം, ഹൈഡ്രോഫിലി. Pollination by the agency of wind is called അനിമോഫിലി നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ നോക്കാം, ഹൈഡ്രോഫിലി. പോളിനേഷൻ ബൈ ദി ഏജൻസി ഓഫ് വാട്ടർ, മീഡിയം ഓഫ് വാട്ടർ, ഇസ് കോൾഡ് ഹൈഡ്രോഫിലി എന്ന് പറയാം. അപ്പൊ ഇതിൽ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സ് ഓഫ് ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സ്, ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സിന്റെ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സ് ആർ സ്മോൾ ആൻഡ് ഇൻകോൺസ്പിക്കസ്. ചെറുതാണ്. ഇൻകോൺസ്പിക്കസ് എന്ന് പറഞ്ഞാല് നോട്ട് ഒബ്സർവ്, അത്രയും ചെറുതാണ്. സെപ്പൻസ്, പെറ്റൽസ് ഓർ പെരിയാൻ സെഗ്മെന്റ്സ് ആർ അൺവെറ്റബിൾ ഡ്യൂ ടു എ വാക്സി കോട്ടിംഗ്. അതിന്റെ പെറ്റൽസ് അല്ലെങ്കിൽ സെപ്പൻസ് അല്ലെങ്കിൽ പെരിയാൻ സെഗ്മെന്റ്സ് ആർ അൺവെറ്റബിൾ ഡ്യൂ ടു എ വാക്സി കോട്ടിംഗ്. അടുത്ത നോക്കാം, pollen grains are long and ribbon-like. Then pollen grains are light and protected from wetting by mucilaginous covering. There is a mucilaginous covering around the pollen grains and it prevents from wetting. Then stigma is sticky but unwettable. ഇതിൽ വരുന്ന എക്സാമ്പിൾസ് കൂടെ എനിക്ക് നോക്കാം. സോസ്റ്ററ മറൈന, സെറാറ്റോഫില്ലം, ഹൈഡ്രല്ല, വാലിസ്നേരിയ ആൻഡ് ലംന. അതേപോലെ തന്നെ അനിമോഫിലസ് ഫ്ലവേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് കോക്കനട്ട്, ഡേറ്റ് പാം, മെയ്സ്, ഗ്രാസസ്, കനാബിസ്, കഞ്ചാവ്. അപ്പൊ ഇതൊക്കെ അനിമോഫിലസ് ഫ്ലവേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ നമ്മളിവിടെ രണ്ട് ടൈപ്പ് പോളിനേഷൻ ആണ് ഡിസ്കസ് ചെയ്ത്, അനിമോഫിലി ആൻഡ് ഹൈഡ്രോഫിലി. അനിമോഫിലി വിൻ പോളിനേഷൻ ആണ്, ഹൈഡ്രോഫിലി വാട്ടർ പോളിനേഷൻ. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ക്യാരക്ടേഴ്സ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ക്യാരക്ടേഴ്സ് ഓഫ് അനിമോഫിലസ് ഫ്ലവേഴ്സ് ആൻഡ് ക്യാരക്ടേഴ്സ് ഓഫ് ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സ്. ഓക്കെ, ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് സംശയങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. അസൈൻമെന്റ് ഉണ്ട്, ചെയ്യണം, എല്ലാവരും ചെയ്യണം. ഇന്നത്തെ വീഡിയോ നമ്മൾ നേരത്തെയാണ് ചെയ്യുന്നത്. അത് ബുധനാഴ്ച തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.